ഡീൻ വന്ന സമയത്താണല്ലോ ഇവിടുന്ന് മൃതദേഹം പുറത്തേക്ക് എടുത്ത് കൊണ്ടുപോകുന്നത്. അപ്പൊ നിങ്ങൾ അപ്പൊ എങ്ങനെയാ വാതിൽ തുറന്നു അതോ വാതിൽ പൊളിച്ചോ? അല്ല, അങ്ങോട്ട് പോയിരുന്നില്ല. പിന്നെ ഭയങ്കരമായിട്ട് ഇതിനെ എന്താ പറയാ, രാഷ്ട്രീയവൽക്കരിക്കുന്നുണ്ട്, രാഷ്ട്രീയ ലാഭം കൊയ്യുന്നുണ്ട്. എല്ലാവരും ഒരു അവസരം വരാൻ കാത്തു നിന്ന പോലെയാണ്. ഇവിടെ മർദ്ദനം ഉണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാല് ഒച്ചമേളം കേൾക്കുന്നുണ്ടെങ്കിലും ഒരു MH ആണ് പല സമയത്തും ഒച്ചമേളം കേൾക്കാറുള്ളതാണ്. SFI യൂണിറ്റ് ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. ഒരു SFI ഒരു SFI യൂണിറ്റ് ഇന്ന് വരെ ഒരു വിദ്യാർത്ഥിയോട് പോലും, ഇവിടെ ഇത്ര ആൾക്കാരുണ്ടല്ലോ, ഒരു വിദ്യാർത്ഥിയോട് പോലും SFI മറുത്തൊരു വാക്ക് പറയുക ഇല്ല. സിദ്ധാർത്ഥന്റെ റൂം അവര് ഡോമിലാണ് നിൽക്കില്ലേ, ഡോമിൽ നിൽക്കുന്നല്ല, അവൻ ഞങ്ങളൊരു ജൂനിയറാണ്. ഞങ്ങളിവിടെ എല്ലാവരും ഒപ്പം ഇടപഴകി നടക്കുന്ന ഒരു ചെക്കനാണ്. അവൻ എല്ലാ റൂമിലും വരും, എല്ലാ റൂമിലും കിടക്കും. ഞങ്ങൾക്ക് അത്രയും പ്രിയപ്പെട്ട ഒരു വിദ്യാർത്ഥിയാണ്. ഇവിടെ ഉള്ളവരെല്ലാവരും ഇപ്പൊ വന്ന വാർത്താമാധ്യമങ്ങളായിക്കോട്ടെ ആരായാലും വന്ന് പറയുന്നത് ഇവരെല്ലാം സിദ്ധാർത്ഥനെ എല്ലാ റൂമിലും സിദ്ധാർത്ഥ എല്ലാ റൂമിൽ അവൻ വരുന്നു, അവൻ എല്ലാരും ഇടപെടുന്നു. എല്ലാരും അതുപോലെയാണ്, എല്ലാവർക്കും ഒരുപോലെ. സമയത്ത് ഇവിടെ ആരും ഇപ്പൊ ഇവിടെ ഇല്ല, അവരെല്ലാം സസ്പെൻഷനിലായിട്ട് നിങ്ങൾ തേടിയ ഞാൻ തേർഡ് ഇയർ ആണ്. ഇത് ഈ സെക്കൻഡ് ഇയറിൽ ഇവിടെ നടുമുറ്റത്തിൽ വെച്ചാണ് മർദ്ദിച്ചതെന്ന് പറയുന്നത്. അങ്ങനെ എന്തെങ്കിലും സംഭവം നിങ്ങൾ? അത് കേട്ടറിവ് മാത്രമേ ഉള്ളൂ. ഞാൻ രാത്രി ഇയർ ബ്രേക്ക് ആയതുകൊണ്ട് പുറത്തായിരുന്നു. ഞാൻ സമയത്ത് തിങ്കളാഴ്ചയാണ് ക്ലാസ് തുറക്കുന്നത്. ഞങ്ങൾ ഞായറാഴ്ച വൈകിട്ടാണ് വന്നത്. ആ വൈകിട്ട് വിവരം മാത്രമാണ് ഞങ്ങൾ അറിയുന്നത്. ഇത് വാർത്താമാധ്യമങ്ങൾ യൂണിറ്റ് ഇവിടെ പ്രവർത്തിക്കുന്നു. SFI യൂണിറ്റ് ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. ഒരു SFI യൂണിറ്റ് ഇന്ന് വരെ ഒരു വിദ്യാർത്ഥിയോട് പോലും, ഇവിടെ ഇത്ര ആൾക്കാരുണ്ടല്ലോ, ഒരു വിദ്യാർത്ഥിയോട് പോലും SFI മറുത്തൊരു വാക്ക് പറയുക ഇല്ല. മറുത്ത് ആശയപരമായി പല ഈ സിദ്ധാർത്ഥനെ മരിച്ച നേരെ കാണിക്കില്ല. സിദ്ധാർത്ഥന്റെ മരണവിവരം നമ്മള് സിദ്ധാർത്ഥൻ മരിച്ച നിലയെ കാണാന്ന് വെച്ച് കഴിഞ്ഞാല് ഫുഡ് കഴിക്കാൻ ഇറങ്ങിയപ്പോഴാണ് നമ്മൾ വിവരം അറിയുന്നത്. അല്ലാണ്ട് ഏകദേശം ഒരു ഉച്ച സമയം ഒരു 1:30 ആയിട്ടുണ്ടാവും അറിഞ്ഞിട്ടുണ്ടാവുന്നത്. ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി വരുന്ന സമയത്താണ് വിവരം അറിയുന്നത്. അപ്പൊ അതിനുശേഷമാണ് ഹോസ്പിറ്റലിലുള്ള ബാക്കി കാര്യങ്ങളൊക്കെ നടത്തിയത്. എന്താ ചോദിക്കേണ്ടതെന്ന് വെച്ച് പറഞ്ഞു. ഇവിടെ അതിന് രാഷ്ട്രീയമായിട്ടൊരു കാര്യം ഇവിടെ നടന്നിട്ടില്ല. SFI യുടെ പേരിൽ അവനെ ഉപദ്രവിക്കുക അങ്ങനെ ഒരു കാര്യങ്ങളും നടന്നിട്ടില്ല. സത്യം ഞാൻ എന്റെ റൂമിൽ അമ്മ കിടക്കുമായിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാല് അന്ന് സ്പോർട്സ് എന്ന കാര്യം അറിയാലോ, അപ്പൊ നല്ല ക്ഷീണം ഉണ്ടായിരുന്നു. ഇവിടെ മർദ്ദനം ഉണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാല് ഒച്ചമേളം കേൾക്കുന്നുണ്ടെങ്കിലും ഒരു MH ആണ് പല സമയത്തും ഒച്ചമേളം കേൾക്കാറുള്ളതാ. അടിയിടിയല്ല, അല്ലാണ്ട് തന്നെ സംസാരവും ഒച്ചത്തിലുള്ള സംസാരവും കാര്യങ്ങളും ഇല്ല കേട്ടിരുന്നു. ഞാൻ റൂമിലായിരുന്നു. ഇല്ല, നോക്കിയില്ല. എനിക്കറിയാം. പോയെന്നത് കൊണ്ടുള്ളത് മാത്രം ഇതിനെ ഭയങ്കരമായിട്ട് ഇതിനെ രാഷ്ട്രീയവൽക്കരിക്കുന്നുണ്ട്. മുമ്പ് ഇവിടെ നടന്നിട്ടുള്ള ആക്സിഡന്റ് മരണങ്ങളെ പോലും അതെന്താണ് SFIയുടെ ആൾക്കൂട്ട വിചാരണയുടെ വിധേയമായിട്ടുണ്ടായ മരണങ്ങളാണ് എന്നുള്ള രീതിയിലൊക്കെ ഭയങ്കരമായിട്ട് ഇതിനെ എന്താ പറയാ, രാഷ്ട്രീയവൽക്കരിക്കുന്നുണ്ട്, രാഷ്ട്രീയ ലാഭം കൊയ്യുന്നുണ്ട്. എല്ലാവരും ഒരു അവസരം വരാൻ കാത്തു നിന്ന പോലെയാണ് ഇപ്പൊ നമുക്ക് മനസ്സിലാവുന്നുള്ളത്. ഞാൻ ഉണ്ടായിരുന്നു അവസാന ഇത് കണ്ടത്. ഇവിടെ കണ്ടത് എന്താ? ശബ്ദം കേട്ടില്ലേ രാത്രി? ഫുൾ ഇൻസിഡന്റ് ആയപ്പോ ഉണ്ടായില്ല. അവസാനം ഇവിടെ കോട്ടറങ്ങളിൽ വെച്ചുള്ള ഇതാണ് കണ്ടത്. എന്താ കണ്ടത്? അപ്പോ അവനോട് വിളിച്ചു വരുത്തിണ്ടായിരുന്നു. എത്ര ആളുകൾ ഉണ്ടായിരുന്നു ഈ നടുമുറ്റത്ത്? അപ്പൊ കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു. പിന്നെ എന്താ ചെയ്യുന്നത് ആ സമയത്ത്? എന്താ കണ്ടത്? അപ്പൊ കണ്ടത് അവനെ എന്താ ചെയ്തെന്ന് ചോദിക്കണ്ടായിരുന്നു കണ്ടത്. അപ്പൊ എന്താ ഇവരെന്ന് അന്വേഷിച്ച് പിന്നെ കയറുന്നു. ശബ്ദം കേട്ടിട്ട് താങ്കൾ വന്നു. അതേസമയം ആ സമയം മർദ്ദിക്കുകയായിരുന്നു. അതോ അതിനുശേഷം പിന്നീട് അടിക്കുന്ന കണ്ടോ? അടിച്ചിരുന്നു. ആരാ അടിച്ചത് കണ്ടോ? അത് ഈ പറഞ്ഞ പ്രതികളിൽ ഉള്ളവരാണ്. പേര് പറഞ്ഞു. അല്ല, ഈ സിൻജോ ജോൺസൺ അതുപോലെ തന്നെ ഈ കാശിനാഥൻ തുടങ്ങിയ ആളുകളൊക്കെ ഉണ്ടോ? അതിലുണ്ടായിരുന്നു. എത്ര പേർ ചേർന്ന ക്രൂരമായിട്ട് നേരിട്ട്? ഞങ്ങൾ കണ്ടിട്ടില്ല. അത് വേറെ റൂമിലായിരുന്നു എന്നാണ് പറയാൻ കഴിഞ്ഞത്. ഇതുപോലെ ഇങ്ങനെ ഇവിടെ ഈ വിചാരണയൊക്കെ ഇല്ല അങ്ങനൊന്നും നടന്നിട്ടില്ല. ഇന്നലെ മെഞ്ഞാന്നോ ഇവിടെ വേറെ ഏതെങ്കിലും SFIയുടെ പാർട്ടിക്കാരോ അങ്ങനെ ആരും ബന്ധപ്പെട്ടില്ല? ആരും വന്നിട്ടില്ല. 12:45 ഉച്ചയ്ക്ക് മരിച്ച നിലയിൽ കണ്ടു എന്നാ പറയുന്നത് അവിടെ. അപ്പൊ പിന്നീട് നിങ്ങൾ ആ സമയത്ത് അവിടെ എത്തിയപ്പോഴോ അല്ലെങ്കിൽ ഇവിടുന്ന് കൊണ്ടുപോകുന്ന സമയത്തോ നിങ്ങൾ ഉണ്ടായിരുന്നില്ല? ഞങ്ങള് അറിഞ്ഞിരുന്നു, അങ്ങോട്ട് പോയിരുന്നു. എങ്ങനെയാ ഇവിടെ കുട്ടികൾ പറഞ്ഞാൽ അറിഞ്ഞത്. അപ്പൊ പിന്നെ ഡീം വന്നിരുന്നു. അങ്ങനെയാണ് അറിഞ്ഞത്. ഡോറ് പൊളിച്ചാണോ ഇവിടുന്ന് കൊണ്ടുപോയത് അതോ? ഞങ്ങൾ ഉണ്ടായിരുന്നില്ല, അങ്ങോട്ട് പോയിരുന്നില്ല. അത് അറിഞ്ഞപ്പോ പിന്നെ അങ്ങോട്ട് പോയില്ല. അതുകൊണ്ട് ഡീൻ വന്ന സമയത്ത് ഡീൻ വന്ന സമയത്താണല്ലോ ഇവിടുന്ന് മൃതദേഹം പുറത്തേക്ക് എടുത്ത് കൊണ്ടുപോകുന്നത്. അപ്പൊ നിങ്ങൾ അപ്പൊ ഉണ്ടായിരുന്നു. അപ്പൊ എങ്ങനെയാ വാതിൽ തുറന്നു അതോ വാതിൽ പൊളിച്ചോ? അല്ല, അങ്ങോട്ട് പോയിരുന്നില്ല. പിന്നെ ഇല്ല, പോയിരുന്നില്ല.